السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സർവാദരണീയരായ ഉസ്താദന്മാർ, അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുതഅല്ലിമീങ്ങൾ, പ്രിയമുള്ളവരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നയുടെ ആദർശമാണ് ഇസ്ലാമിന്റെ ആദർശം. പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ദീൻ, അതാണ് ഇസ്ലാമിന്റെ ആദർശം. എന്നാൽ യഥാർത്ഥ ഇസ്ലാമിന്റെ ആദർശത്തിന്റെ വഴിയിൽ ചായം ചേർക്കുന്നവരോട് നമുക്കൊരിക്കലും ആദർശപരമായി കൂടെ നിൽക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം യഥാർത്ഥ മുഅ്മിനിന് സാധിക്കില്ല എന്നതാണ് വസ്തുതാപരമായ കാര്യം. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇസ്ലാമാണ് എന്റെ ഐഡന്റിറ്റി. ആ ഇസ്ലാം എന്നുള്ളത് എന്നെ ചുരുക്കി കെട്ടാനുള്ള ഒരു പ്രത്യേക ശാസ്ത്രമല്ല, എന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ആദർശമല്ല, പിന്നെയോ നവോത്ഥാനത്തിന്റെ ഉന്നതമായ തലങ്ങളിലേക്ക് നമ്മെ കൈപ്പിടിച്ചുയർത്തുന്ന അനിശ്ചിതമായ ഒരു പ്രസ്ഥാനമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു പ്രത്യേക ശാസ്ത്രം, അത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നുള്ളതാണ്. അതുകൊണ്ട് ചോദിക്കട്ടെ, കേവലം ഭൂമിക്ക് മാത്രം ഭാരമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണോ നമ്മൾ ഓരോരുത്തരും? അതല്ല, ജീവിതത്തിന്റെ ആയുഷ്കാലത്തിനിടയിൽ കൃത്യമായ നന്മയുടെ തലത്തിൽ നിന്നുകൊണ്ട് അടയാളപ്പെടുത്താനുള്ള കരുത്ത് എന്റെ മുമ്പിലിരിക്കുന്ന കൂട്ടുകാർക്കുണ്ടോ എന്ന ചോദ്യമാണ് എനിക്ക് പകർന്നു നൽകാനുള്ളത്. എന്നാൽ പറയട്ടെ, ജീവിത വിജയത്തിന്റെ പ്രധാനപ്പെട്ട വഴി തുറക്കപ്പെടുന്നത് അത് മഹാന്മാരായ പണ്ഡിതന്മാരെ അവലംബിക്കൽ കൊണ്ടാണ്. അല്ലാതെ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങള് അതിന്റെ പുറത്ത് നിർത്തണമെന്നോ അത് ഏതോ പല നൂറ്റാണ്ടിലേക്ക് ചേർത്തി വെക്കണമെന്നോ ആര് പറഞ്ഞാലും ആ പറച്ചിലിനെ പുച്ഛത്തോട് കണ്ട് മൂല്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ വിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചു കഴിഞ്ഞു പോയ ചരിത്ര വഴികൾ ഓർമ്മിച്ചെടുത്ത് ഈ പുതിയ കാലത്ത് ആ വഴി അവലംബിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വിശുദ്ധമായ മനസ്സോട് പരിശുദ്ധരായ പ്രവാചകരോട് പടച്ച റബ്ബിലേക്ക് ചെന്ന് ചേരുന്നവരാകണം. മാത്രമല്ല, വിശുദ്ധമായ ഇസ്ലാം ദീനിന്റെ അതിമൂല്യവത്തായ സംസ്കാരത്തോട് നീരസം പ്രകടിപ്പിക്കാൻ ആരെങ്കിലും നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ ആർജവത്തോടുകൂടി പറയണം, ഈ മതത്തിന്റെ ഉന്നതമായ ആശയങ്ങളിൽ അടിയുറച്ചു നിൽക്കാൻ തന്റെ ഇടം കാണിക്കുന്നവനാണ് ഞാൻ എന്ന് പറയാനുള്ള കരുത്ത് നമുക്ക് വേണം. പക്ഷേ പുതിയ കാലത്ത് ഈ ആർജവമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനാണ് ചിലതിനോട് സമരസപ്പെടാൻ ശ്രമിക്കുന്നത്? ആവശ്യമില്ല. പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയ മഹത്തുക്കളായ ആളുകൾ ഇത്രയും അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നീങ്ങിയ സ്വർഗത്തിന്റെ വഴി, ആ വഴി അവലംബിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചിരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.